ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലം വരോട് ഷാപ്പിൻപടി ഭവൻസ് റോഡ് 20 വർഷത്തിലേറെയായി നവീകരണങ്ങളൊന്നും ഇല്ലാതെ തകർന്ന നിലയിൽ തുടരുന്നതായി പ്രദേശവാസികളുടെ പരാതി. ഒറ്റപ്പാലം വരോട് ഷാപ്പിൻപടി ഭവൻസ് റോഡ് 20 വർഷത്തിലേറെ നവീകരണങ്ങളൊന്നുമില്ലാതെ തകർന്ന നിലയിൽ തുടരുന്നതായി പ്രദേശവാസികളുടെ പരാതി. സമീപത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള പ്രധാന ഗതാഗത മാർഗമായ ഈ റോഡിൽ നാളെ ഇതുവരെ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. മഴക്കാലത്ത് സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നതായും ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസി സനിൽ പറഞ്ഞു. ഏറെക്കാലമായി 20 വർഷത്തോളം ആയി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഭവൻസ് വിദ്യാലയം ഉള്ള ഒരു പരിസരം കൂടിയാണ്. അവിടേക്ക് വരുന്ന വാഹനങ്ങളും മറ്റു വാഹനങ്ങൾക്കും വരുന്നതൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറലും പ്രദേശവാസികൾക്ക് നടക്കാനും ബൈക്ക് പോകാനും മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 20 വർഷത്തിനടുത്തായിട്ട് ഇവിടെ ഒരു ടാറിങ്ങിൻ്റെ ഒരു റീവർക്കോ ഒന്നും നടക്കാത്തൊരു ഏരിയയാണ്. ഇതൊന്നും എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വാർഡ് കൗൺസിലർ ഷിബു വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ റോഡ് നവീകരണത്തിനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ DPC അംഗീകാരം ലഭിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഷാപ്പുപടി ഭവൻസ് സ്കൂൾ റോഡിൻ്റെത് കഴിഞ്ഞ വർഷത്തെ ഇതിൽ വെച്ചതാണ്. പക്ഷെ അതിന് ചില സാങ്കേതിക കാരണങ്ങളാൽ DPC അംഗീകാരം കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പുതിയ ഭരണസമിതിയുടെ കീഴിൽ പദ്ധതി വീണ്ടും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും കൗൺസിലർ അറിയിച്ചു. അതുകൊണ്ട് ഫണ്ട് പോകുന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ആ ഫണ്ട് പുതുതായിട്ട് ആ വർക്ക് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപടികൾ പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ പ്രധാന റോഡ് എന്ന നിലയിൽ ഭവൻസ് റോഡ് അതിവേഗം സമ്പൂർണ്ണ ഗതാഗത യോഗ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ വേഗം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ റോഡ് വളരെ സുഗമമായ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട റോഡ് നിലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം അവിടെ പ്രവർത്തിക്കുന്ന നിലയ്ക്ക് നമുക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ആളുകൾക്ക് ഒരുക്കുന്നതാണ്. യാതൊരു തരത്തിലുള്ള ആശങ്കയും ആ കാര്യത്തിൽ വേണ്ട. വളരെ കൃത്യമായി കൊണ്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യും എന്നുള്ളത് തന്നെയാണ് വാർഡ് കൗൺസിലർ നൽകി സൂചിപ്പിക്കുന്നത്.